guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ടോപ്പിക് എന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരുവാൻ പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് ഈ റീഡിംഗ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്തകൾ, അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് മുഴുവനുമായിട്ട് കാണുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി എന്താണ്, ഈ പേഴ്സൺ നിൽക്കുന്ന ആ ഒരു എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ ക്യൂൻ ഓഫ് കീസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഉറപ്പായിട്ടും നിങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനിലാണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് മുന്നോട്ട് കാർഡ്സ് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരിക്കലും ഈ വ്യക്തി പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അതായത് നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഓക്കെ ഇനി ഒരു പ്രതീക്ഷയില്ല, നിങ്ങളെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നൊന്നും ഈ പേഴ്സൺ വിചാരിക്കുന്നില്ല. ഈ പേഴ്സൺ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് വളരെ പ്രതീക്ഷയെ കാണിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷയെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ തടസ്സങ്ങളും എന്തൊക്കെ എന്താ പറയാ, എന്തൊക്കെ ആ ഒരു ശത്രുക്കള്, അങ്ങനെ എന്തൊക്കെ വന്നാൽ പോലും ഓക്കെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, ഈ പേഴ്സൺ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ്. യെസ്, അതായത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള പദ്ധതികൾ, പലതരത്തിലുള്ള പ്ലാനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഈ പേഴ്സൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പുറമേ ഒരു പക്ഷേ ഒരു നിശബ്ദമായിട്ടായിരിക്കാം നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പേഴ്സണെ നോക്കുമ്പോൾ എന്താ പറയാ, ഈ പേഴ്സൺ നിങ്ങൾ നോക്കുമ്പോൾ ഈ പേഴ്സൺ വെറുതെ ഇരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഈ പേഴ്സൺ കൃത്യമായി തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. കൃത്യമായി തന്നെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഈ വ്യക്തി തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ തോന്നിയ രീതിയിൽ ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല ഈ വ്യക്തി. ഈ പേഴ്സൻ്റെതായിട്ടുള്ള പദ്ധതികളുണ്ട്, രീതികളുണ്ട്, ചിന്തകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രയത്നങ്ങളുണ്ട്. ഈ ഒരു എനർജിയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് അഥവാ ഒരു എന്താ പറയാ, ഒരു
സംശയം തോന്നിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഓക്കെ ഈ പേഴ്സൺ ഇപ്പൊ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ വെറുതെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായിട്ടുള്ള ചില പ്ലാനിങ്ങുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദ ഇന്നോവേറ്റർ ആണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, കണ്ടുപിടിക്കുക, പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരിക. ഒരു സാഹചര്യവുമില്ല, അല്ലെങ്കിൽ ഒരു അവസ്ഥയുമില്ല, നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ഒരു സാഹചര്യവുമില്ല, ഒരു സാധ്യതയും ഇല്ല എങ്കിൽ പോലും അതിൻ്റെ മുന്നിൽ മുട്ടുകുത്താതെ, തോറ്റു പിന്മാറാതെ ആ ഒരു പ്രശ്നത്തെ മറികടക്കാനും അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ, അതായത് അതിനെ പരിഹരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് റെഡ് റോസ് ആണ് കിട്ടിയിട്ടുള്ളത്. ചുവന്ന റോസാപ്പൂവാണ് പ്രണയത്തെയും സ്നേഹത്തെയും വിശ്വാസത്തെയും അതുപോലെ സമ്മതത്തിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തിനും ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തിനും ഈ വ്യക്തി തയ്യാറാണ്. കാരണം ഈ പേഴ്സൺ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം മാറുകയും അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ മാറുകയും തീരുമാനങ്ങൾ മാറ്റുകയും അഭിപ്രായങ്ങൾ മാറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഈ വ്യക്തിയുടേതായിട്ടുള്ള ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ഉണ്ട്. അതിനനുസരിച്ച് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടി ആണ്. അത് മാത്രമല്ല പ്രൊട്ടക്ഷൻ ആണ്. ഇത് സ്കങ്ക് ആൻഡ് മംഗോളിയാണ് കാണിക്കുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും തൻ്റെ ഇപ്പോൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും പക്ഷി മൃഗാദികളിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ആ അമ്മയുടെ ഒരു കടമയാണ്. അതുപോലെ അമ്മേനെയും കുഞ്ഞുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ആ കുടുംബത്തിലെ അച്ഛൻ്റെ കടമയാണ് അല്ലേ. അതിപ്പോൾ നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല, പക്ഷി മൃഗാദികളിലും അങ്ങനെ തന്നെയാണ്. കൂട് കൂട്ടുക, അവർ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ജീവിക്കുക, അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആണ് അവിടെ വരുന്നത്. അപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ പേഴ്സന്റെ മാത്രം ആവശ്യമാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്യമാണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏതൊരു വഴിയും സ്വീകരിക്കാനും എന്ത് കാര്യവും ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ്. അതും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക തീരുമാനങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ശത്രുക്കൾ ഉണ്ടാകാം, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടാകാം, പാര വെക്കുന്ന ആൾക്കാരുണ്ടാകാം, നിങ്ങൾക്കിടയിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. പക്ഷെ അവരിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ സർപ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ പലതരത്തിലും ഈ പേഴ്സൺ നിങ്ങളെ സർപ്രൈസ് ആക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മേ ബി ഈ പേഴ്സൺ ഒരുപാട് ദൂരെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും നിൽക്കുന്നത്, ദൂരെ അകലെ ആയിരിക്കാം. സോ നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണണം, നിങ്ങളെ നേരിട്ട് കാണണം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ സർപ്രൈസ് ആക്കണം, അല്ലെങ്കിൽ സംതിങ് ഒരിക്കലും പോസിബിൾ അല്ലാത്ത, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ നടത്തിയെടുക്കണം, നടത്തി കാണിച്ചു തരണം എന്നൊക്കെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മേ ബി നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇപ്പോൾ കല്യാണം കഴിക്കുക, ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ എന്തോ ആയിക്കോട്ടെ, ആ ഒരു രീതി അത് ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ മാറ്റി മാറ്റി വെക്കുന്നുണ്ടാകാം. പിന്നെ ആകട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അടുത്ത വർഷമാവട്ടെ, അടുത്ത മാസമാവട്ടെ, അല്ലെങ്കിൽ ഈ കാര്യം സോൾവ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, മാറ്റി മാറ്റി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം, അത് ചിലപ്പോൾ
ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളായിരിക്കാം, പ്രോബ്ലംസ് ആയിരിക്കാം, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് നിൽക്കുന്നതാണ് സേഫ് എന്നും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയാണ്, ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ അട്രാക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. യെസ്, യു ആർ അട്രാക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ടു യുവർ ലൈഫ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സംശയം തോന്നിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇതെൻ്റെ കൃത്യമായിട്ടുള്ള പ്രണയബന്ധമാണോ, അല്ലെങ്കിൽ ഇതെനിക്ക് ചേർന്നിട്ടുള്ള പ്രണയബന്ധമാണോ, ഇതെനിക്ക് അർഹിക്കപ്പെടുന്ന ഒരു പ്രണയബന്ധമാണോ, ഇതെനിക്ക് ചേർന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ എൻ്റെ സെലക്ഷൻ തെറ്റായി പോയോ, ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ഈ പേഴ്സന്റെ മനസ്സിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് കൃത്യമായിട്ടുള്ള വ്യക്തിനെ തന്നെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു റൈറ്റ് പേഴ്സണെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചേർന്ന വ്യക്തിയാണ് ഈ പേഴ്സൺ, ഈ പേഴ്സണ് ചേർന്ന വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് കർമ്മങ്ങളുണ്ട്. ഓക്കെ, ആ കർമ്മങ്ങൾ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്, നിങ്ങൾ വേർപിരിയുന്നത്, ബ്രേക്കപ്പിലേക്ക് പോകുന്നത്, നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു കർമ്മങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കിടയിൽ സംശയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പേഴ്സൺ തന്നെയാണോ എനിക്ക് ചേർന്നത്, അതോ തെറ്റിപ്പോയോ, അതോ ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയോ, അല്ലെങ്കിൽ എനിക്ക് വഴി തെറ്റിപ്പോയോ, എനിക്ക് ആള് തെറ്റിപ്പോയോ, എനിക്ക് അബദ്ധം പറ്റിയോ എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടാകാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റൈറ്റ് പേഴ്സണെ തന്നെയാണ്, കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകും അല്ലേ? നമുക്കിപ്പോൾ ഒരു ജോലി മേടിക്കാൻ തന്നെ ആയാലും നമുക്ക് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാവില്ലേ? വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് എല്ലാം ഈസി ആയിട്ട് കിട്ടുന്നത്. അല്ലാത്ത പക്ഷം ഭൂരിഭാഗം മെജോറിറ്റി നോക്കുകയാണെങ്കിലും കർമ്മയാണ് കിടക്കുന്നത്. ആ ഒരു കർമ്മങ്ങൾ പലതും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിനെ മറികടന്നു കൊണ്ട് വേണം നമുക്ക് പല ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകാനായിട്ട് അല്ലേ? അപ്പൊ ആ ഒരു സെയിം ഒരു രീതിയാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇടക്കിടക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ വരും. സ്വാഭാവികമാണ്, ബട്ട് സംശയത്തിന്റെ ആവശ്യമില്ല. ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ. യെസ്, ജസ്റ്റിസ് കാർഡാണ്. ഉറപ്പായിട്ടും ഈ വ്യക്തി നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. ഈ റിലേഷൻഷിപ്പിൽ വേണ്ട നീതികൾ, ആ നീതി നടപ്പാക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതിയാണ്, നീതി എന്ന് പറയുന്നത് വിജയമാണ് അല്ലേ? വിജയമാണ്, നമുക്ക് അർഹിച്ച അംഗീകാരമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, അപ്പോൾ അതെനിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം, നീതിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങൾ ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ പേഴ്സൺ ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ചില സമയത്തൊക്കെ വിഡ്രോ ചെയ്യുന്നത് പോലെ ഈ പേഴ്സൺ സംസാരിക്കാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ തളർന്നു, എനിക്ക് മതിയായി എന്നൊക്കെ പറയാം. ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ അത് ഈ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ ഒബ്സസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഒരു നീതി മേടിച്ച് തരും, അല്ലെങ്കിൽ നീതിയിലേക്ക് വേണ്ടി ഈ പേഴ്സൺ പോരാടും. ആ പോരാട്ടത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു റീഡിങ്ങിലൂടെ. സോ കുറച്ച് കർമ്മങ്ങളും കൂടി ഉണ്ട്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അല്ലാതെ ഓൾ അറൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.